ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ പരീക്ഷ ആഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 4 വരെയാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. ജൂൺ 28-ാം തീയതി വന്ന പബ്ലിക് നോട്ടീസിൽ വരെ NDAയുടെ ഭാഗത്തു നിന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വിഷയം അതല്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ജനറൽ പേപ്പർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ മുമ്പിൽ ഇനി പഠനത്തിനായിട്ട് വെറും 45 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 45 ദിവസത്തേക്ക് ജനറൽ പേപ്പർ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെ പഠിക്കണം, ചോദ്യങ്ങൾ എങ്ങനെയെല്ലാം ഇനി വരുന്നത്. ഓൾറെഡി നമ്മൾ ഈ പരീക്ഷ എഴുതിയവരാണ്. ജൂൺ 18 നടന്ന OMR എക്സാം ഇതിന്റെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്നിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ പങ്കെടുത്തവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പ്രധാനമായിട്ടും വരുന്നൊരു ചോദ്യം, നമുക്ക് 10 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും യൂണിറ്റുകൾ സ്കിപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ നമുക്ക് ടഫുള്ള ഏതെങ്കിലും യൂണിറ്റുകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും, എത്ര ശതമാനം മാർക്ക് നമ്മൾ നേടേണ്ടതുണ്ട്, ഓരോ യൂണിറ്റിൽ നിന്നും എത്ര മാർക്ക് കിട്ടും, എത്ര ചോദ്യങ്ങൾ വരും, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിലവിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ജൂൺ 18 പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് വളരെ സീരിയസ് ആയിട്ട് പലരും ഈ ഒരു സംശയങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ 45 ദിവസത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാം, പ്രധാനമായിട്ട് വരുന്ന നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങൾക്കുള്ള മറുപടി, ഓരോ യൂണിറ്റിലെയും പ്രധാനപ്പെട്ട ഏരിയകൾ, അത്തരം ഏരിയകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഫ്രീ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്, ഓരോ യൂണിറ്റിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, അത് ഏത് രീതിയിൽ പഠിക്കണം, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. മറ്റൊരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. 6% കാര്യം, അതുപോലെ തന്നെ NDAയുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കുകളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ ദിവസങ്ങൾക്കുള്ളിൽ ജനറൽ പേപ്പർ എങ്ങനെ കൃത്യമായിട്ട് പഠിക്കണം, എങ്ങനെ നമുക്ക് ഒരു JRFിലേക്കൊക്കെ എത്തുന്ന രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ജനറൽ പേപ്പറിന്റെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള 10 യൂണിറ്റിന്റെയും പഠന സ്ട്രാറ്റജി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ജനറൽ പേപ്പറുമായി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ 45 ദിവസത്തിനുള്ളിൽ, ഇനി വരുന്ന 45 ദിവസത്തിനുള്ളിൽ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ജനറൽ പേപ്പറിൽ 50 ചോദ്യങ്ങളാണ് 100 മാർക്കിനുള്ളത്. ഒരു ചോദ്യത്തിന് നമുക്ക് 2 മാർക്കാണ് ലഭിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ 10 യൂണിറ്റ് ആണ് ഉള്ളത്. ഓരോ യൂണിറ്റിൽ നിന്നും 5 ചോദ്യങ്ങൾ 2 മാർക്കിനുള്ളത്, 10 മാർക്കിനുള്ളത്. അപ്പൊ 10 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 100 മാർക്കിനുള്ള മുഴുവൻ ചോദ്യങ്ങൾ. ഇവിടെ നമുക്ക് നമ്മുടെ മെയിൻ സബ്ജക്റ്റിനെ അപേക്ഷിച്ച് ജനറൽ പേപ്പറിൽ എല്ലാ യൂണിറ്റിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്നുണ്ട്. അതായത് ഓരോ യൂണിറ്റിൽ നിന്നും 5 ചോദ്യങ്ങൾ 2 മാർക്കിനുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു യൂണിറ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക് നഷ്ടമാകും എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയേണ്ടതായിട്ട് ഒരു യൂണിറ്റും ജനറൽ പേപ്പർ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓരോ യൂണിറ്റും അതിൻ്റെതായ സ്ട്രാറ്റജി മനസ്സിലാക്കി ഒരു ഹാർഡ് വർക്കിൽ നിന്നും സ്മാർട്ട് വർക്കിലേക്ക് നമ്മൾ കൺവേർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ്, ഓരോ യൂണിറ്റും എങ്ങനെ കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതാണ് വിശദമായിട്ട് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഈ 6 യൂണിറ്റുകൾ കംപ്ലീറ്റ് തിയറി യൂണിറ്റുകളാണ്. അപ്പോൾ ഈ യൂണിറ്റുകളെല്ലാം തന്നെ കൃത്യമായിട്ട് അതിന്റെ സബ് ടോപ്പിക്കുകൾ നമുക്ക് സിലബസിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ സിലബസ് പരിശോധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഓരോ യൂണിറ്റിന്റെയും സിലബസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ 6 യൂണിറ്റിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ യൂണിറ്റിലെയും പ്രാധാന്യം മനസ്സിലാക്കണം. അതിൽ വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ ഏരിയയിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം, ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ജൂൺ 18 നടന്ന പരീക്ഷയിൽ നിന്നും നമുക്കിനി വരാൻ പോകുന്ന പരീക്ഷയുടെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് CBTയിലേക്ക് മാറിയിട്ടുണ്ട്. CBTയിലേക്ക് മാറുന്ന സമയത്ത് ഒരു ദിവസം കൊണ്ട് പരീക്ഷ അവസാനിക്കില്ല. ആഗസ്റ്റ് 21 തുടങ്ങിയിട്ട് സെപ്റ്റംബർ 4 വരെ ഏകദേശം 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് പരീക്ഷാ കലണ്ടർ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഏത് ദിവസം ഏത് പരീക്ഷ നടക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. നമ്മൾ ഈ കഴിഞ്ഞ പരീക്ഷയിൽ നമുക്ക് ആകെ 2 ജനറൽ പേപ്പർ ചോദ്യങ്ങളാണ് ലഭിച്ചതെങ്കിൽ
നമുക്കിനി വരാൻ പോകുന്ന പരീക്ഷയിൽ ഒരു 10 to 20 വരെയുള്ള 10 12 അല്ലെങ്കിൽ 10 15 ചോദ്യങ്ങൾ 10 15 ജനറൽ പേപ്പർ ചോദ്യങ്ങൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാത്തതായിട്ടുള്ള അസേർഷൻ റീസൺ അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻ പാറ്റേണുകൾ നമുക്ക് ഇനി CBT വരുന്ന സമയത്ത് ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളെയും നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ നേരിടണമെങ്കിൽ തിയറി സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ യൂണിറ്റിന്റെയും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു നോളജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ 2 യൂണിറ്റുകളും നമ്മൾ കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കണം. അതായത് എന്താണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ടീച്ചിങ് കൺസെപ്റ്റ് ആയാലും ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആയാലും ടീച്ചിങ് മെത്തേഡുകളായാലും ഇവാലുവേഷൻ സിസ്റ്റം ആയാലും പഠിക്കുന്നത് വളരെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെയാണ് റിസർച്ചിലേക്ക് വരുന്ന സമയത്ത് എന്താണ് റിസർച്ച് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പൊ ഏതൊക്കെ രീതിയിലാണ് റിസർച്ച് വരുന്നത്, എന്താണ് അതിന്റെ മെത്തേഡ്സ്, നമ്മൾ എങ്ങനെയാണ് ഒരു മെത്തേഡുകൾ യൂസ് ചെയ്യുന്നത്, ICT എങ്ങനെ റിസർച്ചിലേക്ക് വരുന്നു, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ഇതിലൊക്കെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ടതും യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളിലൂടെ ലഭിക്കും. അത് ടെലിഗ്രാം ചാനലിലൂടെയും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും ഒക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ചില ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ 2 യൂണിറ്റിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഓരോ ചോദ്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിലബസിൽ തന്നിരിക്കുന്ന ഏരിയ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ചോദ്യങ്ങളുടെ രീതി അല്ലെങ്കിൽ ചോദ്യങ്ങളോ ആവർത്തിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ റിവിഷനോടൊപ്പം ചെയ്യേണ്ട കാര്യമാണ്. നമുക്കിനി 45 ദിവസങ്ങളാണുള്ളത്. നമ്മുടെ പരീക്ഷ CBT മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ റിവിഷനിലേക്ക് വരുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഡിസ്കഷൻ, റിവിഷൻ, ഈ ഒരു കാര്യമാണ് നമ്മൾ ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് സഹായകരമാകുന്ന രീതിയിലാണ് നമ്മൾ ഇനി നിങ്ങൾക്ക് ഷോർട്ട് ഏരിയ നോട്ടുകൾ നൽകുന്നത്. ഓക്കെ, ഇനി നമ്മൾ കമ്മ്യൂണിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിലാണത് ഈ തിയറിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്തരം കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ ICT വരുന്ന സമയത്ത് ഇപ്പോ ICT വരുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അതായത് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, എന്നാൽ ഉത്തരത്തിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അപ്പോൾ 2022 ശേഷം അങ്ങനെയുള്ള ചോദ്യങ്ങൾ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 2022 ശേഷമുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയൊക്കെ അത്തരം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സെഷൻ തന്നെ തുടങ്ങാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യം കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഇനിയുള്ള 45 ദിവസങ്ങൾ നമ്മൾ നൽകി വരുന്ന ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ മതി. അപ്പൊ ഇനി നമുക്ക് തിയറി യൂണിറ്റിൽ വളരെ പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ യൂണിറ്റിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, അതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇത്തവണ വന്നിട്ടുണ്ട്. ഈ ജൂൺ 18 നടന്ന പരീക്ഷയിൽ 2 ഷിഫ്റ്റിലും ഈ ഒരു യൂണിറ്റ് വളരെ ഈസി ആയിട്ട് തന്നെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ ഇനി അങ്ങനെ ആകണമെന്നില്ല. അതിൽ ഒരുപാട് വർഷങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. പുതിയ പല കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം. ഏത് രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു വീഡിയോ ചെയ്ത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ്. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തിയറി യൂണിറ്റ് ആണ്. അത് ഏൻഷ്യന്റ് ഇന്ത്യ മുതൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ പറ്റി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം ചോദ്യങ്ങൾ വരും. അതുപോലെ തന്നെ സ്കിൽ ബേസ്ഡ് ആയിട്ട് നമുക്കറിയാം പുതിയ NEP പ്രകാരമൊക്കെ വരുന്ന സമയത്ത് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷന് പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമുക്ക് വരും. ഇത്തരത്തിൽ ഈ പരീക്ഷയിലും അത്തരം ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വന്ന വർഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. അതുപോലെ ഗവൺമെന്റ് പോളിസീസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ
നമ്മൾ ശരിക്കും കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. 1-2 ചോദ്യങ്ങൾ ഈ 2 യൂണിറ്റിൽ നിന്നും കറണ്ട് അഫയേഴ്സ് ആയിട്ടും വരാൻ സാധ്യതയുണ്ട്. ആ 2 ചോദ്യങ്ങൾക്കായിട്ട് നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് എടുത്തു വെച്ച് പഠിക്കൊന്നും വേണ്ട. ഇതിലുള്ള കാര്യങ്ങൾ സിലബസിൽ തന്നിരിക്കുന്ന കാര്യങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് വരാറുള്ളത്. അത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും വീഡിയോയിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ചാനൽ വഴിയും നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ 45 ദിവസത്തേക്കുള്ള ക്രാഷ് കോഴ്സ് ജനറൽ പേപ്പറിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കോഴ്സുകൾ തന്നെ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഇഫക്റ്റീവ് ആയിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത 2 യൂണിറ്റുകളാണ് മാത്തമെറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്. ഈ 2 യൂണിറ്റുകളും ഒരു 80% അപേക്ഷകർക്കും നെറ്റ് എക്സാമിന് അപേക്ഷിക്കുമ്പോൾ ജനറൽ പേപ്പറിൽ ഒരു 80% പേർക്കും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന 2 യൂണിറ്റുകളാണ്. അപ്പൊ ഈ 2 യൂണിറ്റിലും നമ്മൾ ചെയ്യേണ്ടത് ലോജിക്കൽ റീസണിങ്ങിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്ത്യൻ ലോജിക് ഒക്കെ നമുക്ക് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ കാറ്റഗോറിക്കൽ പ്രൊപ്പോർഷൻ നമുക്ക് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാനായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ജസ്റ്റ് കുറച്ച് സമയമുള്ള ക്ലാസ്സുകളായിരിക്കും, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ വെൻ ഡയഗ്രം ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്കുകളൊക്കെ വേണമെങ്കിൽ ടെലിഗ്രാമിൽ കൊടുക്കാം. ക്ലാസ്സുകൾ ഒന്നുകൂടെ കാണാൻ ശ്രമിക്കുക. അപ്പൊ മാത്തമെറ്റിക്കൽ റീസണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെർസെന്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ട്, ഏവറേജ്, നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, കോഡ് ആൻഡ് റിലേഷൻഷിപ്പ്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ഇനി നമുക്ക് അതിനായിട്ട് സമയമില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ യൂണിറ്റിൽ നിന്നും മാക്സിമം PYQs പ്രാക്ടീസ് ചെയ്യാം. ഈ യൂണിറ്റിൽ PYQ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് PYQ സെക്ഷൻ ടെലിഗ്രാം ചാനൽ വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഇതിൽ വരുന്ന PYQ സെക്ഷൻ വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നൽകുന്ന രീതിയിൽ നമ്മുടെ ആപ്പ് വഴിയും ടെലിഗ്രാം ചാനൽ വഴിയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഫോളോ ചെയ്യുക. അപ്പൊ ഈ 2 യൂണിറ്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്ന 2 യൂണിറ്റുകൾ എന്ന് പറയുന്നത് റീഡിംഗ് കോംപ്രഹെൻഷൻ ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ഈ 2 യൂണിറ്റിന്റെയും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 10 ചോദ്യങ്ങളാണ് ഈ യൂണിറ്റിൽ നിന്നുണ്ടാകുക. 20 മാർക്ക് നമുക്ക് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്. യാതൊരു സംശയമില്ലാതെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡാറ്റ ഇന്റർപ്രിട്ടേഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഇതിൽ ഒരുപാട് വിവരങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എങ്കിലും സിലബസിൽ തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ടേബിളിൽ കുറച്ച് ഡാറ്റാസ് തന്നിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് സാധാരണ വരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചോദ്യങ്ങൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് അതിൽ വരുന്ന ചോദ്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ റീഡിംഗ് കോംപ്രഹെൻഷന്റെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം, നമ്മുടെ മെയിൻ സബ്ജക്ട് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ജനറൽ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ മാർക്ക് നേടിത്തരുന്ന ഒരു ടോപ്പിക്കാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടോപ്പിക്കിൽ നമുക്കറിയാം, നമ്മുടെ മെയിൻ പേപ്പറിൽ 2 സെറ്റ് ചോദ്യങ്ങൾ ഉണ്ടാവും. അതായത് 10 ചോദ്യങ്ങൾ 20 മാർക്കിനുള്ളത്. ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെറ്റ് ചോദ്യങ്ങൾ ഉണ്ടാവും, 5 ചോദ്യങ്ങൾ 10 മാർക്കിനുള്ളത്. അപ്പോൾ 30 മാർക്ക് ടോട്ടൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഏരിയ ആണ് റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം അത്തരം ചോദ്യങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. കോംപ്രഹെൻഷൻ നമുക്ക് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ 2022-ലും 2023-ലും ഒക്കെ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ടെലിഗ്രാം ചാനലിലൂടെ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ അത് വളരെ ശക്തമായിട്ട് തന്നെ ഡെയിലി ഒരെണ്ണം വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ ടെലിഗ്രാം ചാനലിലൂടെ അത് ലഭിക്കും. വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. നമ്മുടെ ആപ്പിലും അവൈലബിൾ ആയിരിക്കും. അതിന്റെ ലിങ്കുകളൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ വളരെ ശക്തമായ രീതിയിൽ ഇനിയുള്ള ദിവസങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. തുടർന്നുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വളരെ ഫ്രീ ആയിട്ട് തന്നെ ചാനൽ വഴിയും നമ്മുടെ സോഷ്യൽ മീഡിയസ് എല്ലാ വഴിയും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒരുപാട് പേര് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ടോട്ടൽ മാർക്ക് 300 ആണ്. അതിൽ 35% ആണ് മിനിമം മാർക്കായിട്ട് OBCക്ക് പറയുന്നത്. ജനറൽ കാറ്റഗറിക്ക് അത് 40% ആണ് പറയുന്നത്. ഓക്കെ, എന്നാൽ 100 മാർക്കിലുള്ള ജനറൽ പേപ്പറിൽ മിനിമം 35 മാർക്ക് OBC, 40 മാർക്ക് ജനറൽ കാറ്റഗറി. ഇത് നേടേണ്ടതുണ്ട്. നമ്മൾ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ 100-ലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജനറൽ പേപ്പറിൽ അതങ്ങനെ എടുത്തു പറയുന്നില്ല എങ്കിലും നമ്മളൊരു 35 മാർക്കിൽ കൂടുതലെങ്കിലും നേടേണ്ടതുണ്ട്. അപ്പോൾ എന്നിരുന്നാൽ മാത്രമേ നമ്മളെ ഈ ഒരു 6% പരിഗണിക്കുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു മാർക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് നെറ്റ് കിട്ടണമെന്നില്ല. ഇതാണ് മിനിമം മാർക്ക്. ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ റിജക്ട് ചെയ്യും. ഈ ഒരു മാർക്കെങ്കിലും സ്കോർ ചെയ്തവരിൽ നിന്നാണ്
നമ്മുടെ 6% പരിഗണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഓരോ സബ്ജക്റ്റിന്റെയും കട്ട് ഓഫ് ഒക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എത്ര മാർക്ക് നമ്മൾ നേടേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ 6% പറ്റിയും നമ്മുടെ കട്ട് ഓഫിനെ പറ്റിയും ഒക്കെ നമുക്ക് വിശദമായിട്ടൊരു വീഡിയോ ചെയ്ത് പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പരീക്ഷ എഴുതുമ്പം നമ്മൾ ഇത്ര മാർക്ക് നേടണം, ആ കാര്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ആ രീതിയിൽ നമ്മൾ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. മറ്റൊരു കാര്യത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ആ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒതുക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഹാർഡ് വർക്കിനെ നമ്മുടെ കൃത്യമായിട്ട് സ്മാർട്ട് സ്റ്റഡിയിലേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം. ബാക്കി ഈ ഒരു കട്ട് ഓഫിന്റെയും 6% ഒക്കെ കാര്യം നിങ്ങൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് ജനറൽ പേപ്പറിൽ അറിയാനുള്ളത്. ഈ 10 യൂണിറ്റിലെ ഓരോ യൂണിറ്റിന്റെയും പഠന രീതികളും എങ്ങനെ മാറ്റി മാറ്റി പഠിക്കണം എന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബേസിക്കലി നമുക്കറിയാം, നമുക്ക് 6 തിയറി യൂണിറ്റുകൾ, 3 മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റുകൾ, ഒരു കോംപ്രിഹെൻഷൻ എന്നുള്ളതാണ്. ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാർക്ക് നൽകുന്ന ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, മറ്റ് മെയിൻ ആയാലും ജനറൽ പേപ്പർ ആയാലും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന ഒരു യൂണിറ്റ് ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. അത് ഡെയിലി നിങ്ങൾ ഒരെണ്ണം പ്രാക്ടീസ് ചെയ്യണം, മസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ 3 യൂണിറ്റുകൾ 30 മാർക്കിനുള്ള യൂണിറ്റുകളാണ്. അപ്പോൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ഭാഗത്ത് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. മാത്തമാറ്റിക്കൽ റീസണിങ് ഇനിയുള്ള ദിവസങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതിൽ മാർക്ക് സ്കോർ ചെയ്യാം. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നെഗറ്റീവ് മാർക്കാണ്. നെഗറ്റീവ് മാർക്ക് നമുക്ക് ഇല്ല. ഓക്കെ, അപ്പൊ ഇനി നെഗറ്റീവ് വരുമോ, സിലബസ് മാറുമ്പോൾ നെഗറ്റീവ് ഉണ്ടാകുമോ, എന്താണ് അതിന് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ബ്രീഫായിട്ട് പറയാനുള്ളത്. അപ്പോൾ ആഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 4 വരെയാണ് നമ്മുടെ പരീക്ഷ വരുന്നത്. ഇനി നമ്മുടെ മുമ്പിൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇഫക്റ്റീവായിട്ട് പഠിക്കുക. ഇനി അഡ്മിറ്റ് കാർഡ്, അതുപോലെ തന്നെ സിറ്റി ഇന്റിമേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരുന്ന സമയത്ത് ഒരു 1 അവറിനുള്ളിൽ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് വരും. അപ്പൊ അതിലൊന്നും നിങ്ങൾ വെറീഡ് ആവേണ്ടതില്ല. സിറ്റി ഒക്കെ മാറി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നിങ്ങളിപ്പോൾ നിങ്ങളുടെ കൺസേണേ അല്ല. നിങ്ങൾ ഈ ദിവസങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.